ബി.ജെ.പി. പട്ടികജാതി മോർച്ച നേതൃത്വത്തിൽ നെന്മാറ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി ദ്രോഹ നടപടികൾക്കെതിരെയാണ് മാർച്ച് നടത്തിയത്. എസ്.സി. മോർച്ച ജില്ലാ പ്രസിഡന്റ് വി. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇത് ഒരു വർഷത്തെ 2 വർഷത്തെ കാര്യമില്ല. 957 ശേഷം കേരളത്തിൽ 2026 വരെ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഭരണകാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 69 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 69 വർഷമായിട്ട് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് താഴേക്കടയിൽ കിടക്കുന്ന പട്ടികജാതി സമുദായക്കാരുടെ വോട്ട് തട്ടിയെടുത്ത് തിരഞ്ഞെടുപ്പിന് വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അത്തരം വാഗ്ദാനങ്ങൾ പാലിക്കാതെ വരികയും അങ്ങനെ പാലിക്കാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പിറവിക്ക് ശേഷം ഏതാണ്ട് ഇന്ന് 69 വർഷം കഴിഞ്ഞിട്ട് ഈ ഭരണകർത്താക്കൾക്ക് സമൂഹത്തിൻ്റെ താഴേത്തട്ടിൽ കിടക്കുന്ന പട്ടികജാതി സമുദായക്കാർക്കുള്ള അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. ഇതെല്ലാം വകമാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വകുപ്പ് മന്ത്രിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ പട്ടികജാതിക്കാർക്ക്. എല്ലാ വകുപ്പ് മന്ത്രിമാരും അവർ മന്ത്രിയായി കഴിഞ്ഞാൽ ജയിക്കാൻ MLA വേണം, MLA ആയിക്കഴിഞ്ഞാൽ മന്ത്രിയാകും, മന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ പട്ടികജാതിക്കാരൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആളില്ല. ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ നിയമസഭയിൽ 69 വർഷത്തേറെയുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്.സി. മോർച്ച മണ്ഡലം പ്രസിഡന്റ് രാജപ്പൻ അധ്യക്ഷനായി. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് നിർമ്മൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എസ്.സി. മോർച്ച കൊല്ലങ്കോട് മണ്ഡലം പ്രസിഡന്റ് അനിത കൃഷ്ണൻകുട്ടി സ്വാഗതവും നെന്മാറ മണ്ഡലം സെക്രട്ടറി കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.